ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഐറ്റമായിട്ടാണ് കാന്താരി അച്ചാർ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു കാന്താരി അച്ചാർ. അതിൻ്റെ സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തരാം. കാന്താരി, വെള്ള കാന്താരി ഇട്ടിരിക്കുന്നത്, വെള്ള കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു വലിയൊരു പീസ്, വെളുത്തുള്ളി ഒരു 20-25 പീസോളം വരും, ഒരു കുടം. കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വാളംപുളിയുടെ ചാറ്, വാളംപുളി സത്ത്, വാളംപുളി, ഉപ്പ്, ഉലുവാപ്പൊടി, കടുക്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമുക്കത് സ്റ്റൗ കത്തിക്കാം. ഇതിലേക്കൊരു ഇരുമ്പ് ചട്ടി, ഇരുമ്പിൻ്റെ ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയാണ് എൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണയിൽ നമ്മൾ ആദ്യം മുളക് വറുത്തെടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മുളക് മെല്ലെ ഇട്ടണം. തീയൊന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഈ മുളക് നമുക്ക് മെല്ലെ കുറച്ച് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടും നോക്കണം കേട്ടോ, മേത്തൊരിക്കാതെ. അല്ല ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്താലും ഓക്കെ ആവും. മേത്ത് വീഴാതെ നോക്കണം. ഏകദേശം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് സൂക്ഷിച്ച് വേണം, പൊട്ടും. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് ചെയ്യുക. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് എടുത്ത് വയ്ക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യും. കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ നല്ല ചൂടാണ്, പൊട്ടും. തീ കുറച്ച് കൊടുത്തു. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് തീ കുറച്ച് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി 1 സ്പൂണോളം, കാശ്മീരി ചില്ലി ഒരു 2 ടീസ്പൂൺ. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. തീ കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉലുവാപ്പൊടി ഒരു 1.5 സ്പൂൺ. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യവേ. ഉപ്പ് ബാക്കി ലാസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയുടെ ചാറ്, വാളംപുളി സത്ത്, നമ്മൾ മട്ടെല്ലാം മാറ്റിയതാണ്. ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ, നല്ല രീതിയിൽ തിളച്ച്. ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക്, കാന്താരി ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇതിനൊന്ന് പരിചയപ്പെടുത്താതെ ഒന്ന് ശരിക്കൊന്ന് മസാല പിടിച്ച് വരണം. ഇപ്പം നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 2 സ്പൂണോളം വിനാഗിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു പുളിപ്പ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി. മതി. ആ പുളിയിൽ നിന്ന് ശരിക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അച്ചാർ റെഡി. അവസാനം കുറച്ച് കായം. അപ്പോൾ ഈ അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, കാന്താരി അല്ലേ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. കൂടെ എൻ്റെ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിലൊന്ന് ഫോളോ ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ടേസ്റ്റിയായ ഒരു അച്ചാറാണ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ.